ലോകകപ്പിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ പെൺപട. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 52 റൺസിന്. ഷഫാലി വർമ്മ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ദീപ്തി ശർമ്മയ്ക്ക് 5 വിക്കറ്റ്. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് 2 പേരെ. പുറത്തേക്ക് തെറിച്ചു വീണത് 19-കാരി. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. വെന്റിലേറ്ററിൽ തുടരുന്നു. അതിക്രമം കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ. പ്രതി പനിച്ചുമോട് സ്വദേശി സുരേഷ് കുമാർ കസ്റ്റഡിയിൽ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന്. പ്രഖ്യാപനം വൈകിട്ട് 3-ന് തൃശൂർ രാമനിലയത്തിൽ. മികച്ച നടനും ചിത്രവുമടക്കം പ്രധാന വിഭാഗങ്ങളിൽ കനത്ത പോരാട്ടം. പരിചയസമ്പന്നർക്ക് വെല്ലുവിളി ഉയർത്തി പുതുമുഖ സംവിധായകന്മാരും നടന്മാരും. കോഴിക്കോട് നഗരത്തിലെ ബീച്ച് ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ. നവീകരണത്തിനായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയത് 1 വർഷം മുൻപ്. പുതിയ കെട്ടിടം പണിയാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നഗരത്തിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ കേരള വിഷൻ ന്യൂസിനോട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടപടികൾ തുടങ്ങി കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിൽ KPCC വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ചുമതല. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രചാരണം ഇന്നു മുതൽ. വാഹന പ്രചാരണ ജാഥ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിലെ കട്ടളപ്പാളിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. റിമാൻഡിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി SIT ഇന്ന് കോടതിയെ സമീപിക്കും. റിമാൻഡിലുള്ള ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനായി ഇന്ന് ജാമ്യാപേക്ഷ നൽകും.